ഈ സർക്കാരുമായിട്ട് യോജിച്ച് ഒരു സമരത്തിലും ഞങ്ങളില്ല. കാരണം ഇവര് ഡൽഹിയിൽ ചെന്നാൽ നരേന്ദ്രമോദിയുടെ മുന്നിലും അമിത്ഷായുടെ മുന്നിലും ഓച്ചാനിച്ചു നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഭരണകൂടമാണുള്ളത്. അതിന്റെ കൂടെ ഞങ്ങളില്ല സമരം ചെയ്യാൻ. അവര് പുറത്ത് സമരം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുകയും അകത്തുപോയി മോഡിയും അമിത്ഷായും പറയുന്ന പേപ്പറിൽ ഒപ്പുവെച്ചു കൊടുക്കുകയും ചെയ്യുന്ന സർക്കാരാണിത്. PM ശ്രീ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഈ ഗവൺമെന്റിന്റെ നിലപാട് എന്തായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. ഇവരുടെ കൂടെ കൂടി പോയാൽ, സമരം ചെയ്യാൻ പോയാൽ ഞങ്ങൾ കൂടി വഷളാവും. ഇവർക്ക് ഒരുപാട് കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരസ്പര ബാന്ധവുമാണ് BJP നേതൃത്വവും സംസ്ഥാനത്തെ CPM നേതൃത്വവും. അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. മാത്രമല്ല, ഭൂരിപക്ഷ വർഗീയതയെ BJPയുടെ പോലെ പ്രോത്സാഹിപ്പിക്കുകയാണ് CPM കേരളത്തിൽ. അറിയാലോ, വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് വിദ്വേഷ പ്രസ്താവനകൾ നടത്തിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അത് ഞങ്ങളുടെ ആരോപണമാണ്. AK ബാലൻ അതിന് സമാനമായ ചില പ്രസ്താവനകൾ നടത്തിയപ്പോൾ കാര്യം വ്യക്തമായി. BJP സംഘപരിവാർ സഞ്ചരിക്കുന്ന അതേ വഴിയിലാണ് CPMഉം ശ്രീ പിണറായി വിജയനും സഞ്ചരിക്കുന്നത്. കാരണം എല്ലാ സ്ഥലത്തും സംഘപരിവാറിന്റെ രീതി മതങ്ങളെ തമ്മിൽ അടുപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയാണ്. അതേ ശൈലിയാണ് കേരളത്തിൽ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് ശേഷം ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഇത് ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമം. അതുവരെ ന്യൂനപക്ഷ വർഗീയതയാണ് പ്രോത്സാഹിപ്പിച്ചിരുന്നത്. ഇപ്പൊ ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുക, അതിൽ നിന്നും ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന സമരമാണ്. അല്ലാതെ രക്തസാക്ഷി മണ്ഡപത്തിൽ ഇവര് സമരം നടത്തിയ എന്താ കാര്യം? ഒരു കാര്യമില്ല. ഇവരവിടെ പോയി സെറ്റിൽ ചെയ്യാൻ BJP നേതാക്കന്മാരുമായിട്ട് സന്ധിയാണ്. രാഷ്ട്രീയമായ അവിശുദ്ധ ബാന്ധവമാണ്. അത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സമരമാണ്. ആ സമരത്തിനൊന്നും ഞങ്ങളില്ല.